ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ വീട്ടു ജോലികളെല്ലാം ചെയ്യുകയാണ്. കാരണം പുറത്ത് നിന്ന് അകത്തോട്ട് കയറാതെ തന്നെ തുണികളെല്ലാം കഴുകിയിടുകയാണ്. ഏട്ടത്തിയെ സഹായിക്കുകയാണ് നമ്മുടെ വേദ. അപ്പോഴാണ് ആ വീട്ടിലേക്ക് ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വരുന്നത്. ചാണകം കൊണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ അവിടുത്തെ അമ്മ പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അല്ല പുതിയ മരുമകളൊക്കെ വന്നിട്ട് എവിടെ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മരുമകളെ കാണിച്ചു കൊടുക്കണം. അയ്യോ, ഈ കുട്ടി വന്ന് കയറിയപ്പോൾ തന്നെ ഓരോരോ ജോലികളും ചെയ്യുകയാണല്ലോ ചേച്ചി. ഷോ, അതെവിടത്തെ ന്യായമാണ് ചേച്ചി? അല്ല, ആൾക്കാരൊക്കെ ഈ പറയുന്നതൊക്കെ കേട്ടേ. അല്ല, ചേച്ചിയും കുടുംബമൊക്കെ ഈ കൊച്ചിന് ഇന്നലെ രാത്രി മുഴുവനും പുറത്തു നിർത്തിയെന്നോ മഴ കൊണ്ടെന്നോ എന്നൊക്കെ ആൾക്കാരിങ്ങനെ കുറേ പറയുന്നതൊക്കെ കേട്ടില്ലേ ചേച്ചി? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വരാത്തൊരു ടെൻഷനും സങ്കടമൊക്കെ തോന്നിയാണ്. അല്ല ചേച്ചി, പറഞ്ഞെന്നേ ഉള്ളു. അല്ല, ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളൊക്കെ കയറി വരാൻ നേരത്തെ നിങ്ങൾ വലിയ കുടുംബക്കാരൊക്കെയാണല്ലോ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവരാണെങ്കിൽ വേദുവിനിങ്ങനെ കൈപൊക്കി കാണിക്കുകയാണ്. മോളെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങളെല്ലാം? നിന്നോടും കൂടിയാണേ എന്നും ഏടത്തിയോടും കൂടി സംസാരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പോകാനായിട്ട് നോക്കെന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം അമ്മയാണെങ്കിൽ മൂത്ത മരുമകളെ വിളിച്ചിട്ട് നീയേ ഭക്ഷണം എടുത്ത് വയ്ക്കാനായിട്ട് നോക്ക്. മോളെ വേദ, ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ജോലിയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല, മോൾ അകത്തേക്ക് വാ, ഭക്ഷണം എന്തെങ്കിലും കഴിക്കാനായിട്ട് നോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ടമ്മേ, എനിക്ക് ഏതായാലും ഒന്നും വേണ്ട, എനിക്ക് ഇവിടുത്തെ ജോലി ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ വീട്ടിലേക്ക് കയറുന്നില്ലമ്മേ. കാരണം അച്ഛനും അതേപോലെ തന്നെ അമ്മയുടെ മകനും മാനസികാവസ്ഥ ഒന്ന് മാറട്ടെ, എന്നിട്ട് അമ്മയുടെ മകൻ തന്നെ എന്നെ വിളിക്കട്ടെ, അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് കയറാമേ. ഇത് കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇങ്ങനെ വാശി പാടുണ്ടോ? അല്ലമ്മേ, ഞാൻ വാശി കാണിക്കുകയാണെന്ന് വിചാരിക്കരുത്. കാരണം ഇന്നലെ മുഴുവനും ഞാൻ മഴയത്ത് നിന്നു, എന്നിട്ട് അമ്മയുടെ മകന് ഒരു മനസ്സലിവും ഉണ്ടായില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ എന്തിനാ അമ്മേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പിന്നാലെ നടക്കുന്നത്? അതിൻ്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയ്ക്കും അത് ശരിയാണല്ലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കുറേ ഗുണ്ടകളെയാണ്. അപ്പോൾ ഗുണ്ടകളാണെങ്കിൽ ഈ വേദുവിനെ തട്ടിക്കൊണ്ട് പോയി അവസാനിപ്പിക്കണം എന്ന രീതിയിലാണ് ഇവരെല്ലാം കാണിച്ചു കൂട്ടുന്നത്. ഏതായാലും ഇന്ന് തന്നെ അവളെ തട്ടിക്കൊണ്ട് വരണം, നമ്മൾ ചെയ്ത ജോലി കറക്റ്റായിട്ട് തന്നെ ചെയ്യണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും ശരി. പക്ഷേ അവനില്ലേ, വിക്രം ഇല്ലാത്ത സമയത്ത് വേണം നമ്മളങ്ങോട്ട് കയറി ചെല്ലാനായിട്ട്. അങ്ങനെ വിക്രത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പ് കാണിക്കണം. വിക്രം ആണെങ്കിൽ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. അപ്പോൾ വിക്രത്തിന്റെ കൂട്ടുകാരാണ് ഇത്. അവൻ കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ? ഒരു പെണ്ണ് വീട്ടിൽ നിൽക്കുന്ന ഒരു വിചാരം പോലും ഇവനില്ല. ഇവനെങ്ങനെ കിടന്ന് ഉറങ്ങാൻ ശരിയാവില്ല. അനിയൻകുട്ട, അവനൊന്ന് വിളിച്ചണ്ടേ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഈ അനിയൻകുട്ട നേരെ വിളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വരുന്നു വേദു. അപ്പോൾ വേദു നേരെ ഭയങ്കര വാശിയോട് കൂടി തന്നെ അങ്ങോട്ട് വരികയാണ്. വന്നിട്ട് ഈ വിക്രം നന്നായിട്ട് ഉറങ്ങുന്നത് കാണുന്നത്. അവിടെ നിന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വിക്രത്തിന്റെ മോന്തൊക്കെ അങ്ങോട്ട് തളിക്കുകയാണ്. അപ്പോൾ വിക്രം ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ്. ചാടി എണീറ്റ് നീ എന്തിനാടി എന്നെ തിരക്കി ഇങ്ങോട്ട് വന്ന്? നീ ഇവിടെ സമാധാനം തരില്ല എന്ന് ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ ഇവിടെ അല്ല കിടന്നുറങ്ങേണ്ടത്, എന്നെ പുറത്ത് നിർത്തിയിട്ട് ഇവിടെ കൂർക്കം വലിച്ച് ഉറങ്ങാമെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രമാണെങ്കിൽ നീ എന്തിനാടി എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടുന്നു പറഞ്ഞുകൊണ്ട് തുടങ്ങി ഒരുപാട് ചീത്തവിളിയും തെറിവിളിയും ഒക്കെ ആയി. ഇത് കേട്ട് എല്ലാവരും ചെവി അങ്ങോട്ട് പൊത്തുകയാണ്. അപ്പോൾ നമ്മുടെ വിക്രം പറയുകയാണ്, മനസ്സിലായല്ലോ, ഇനി മനസ്സിലായല്ലോ, എൻ്റെ വായ എന്നൊക്കെ ഇതൊക്കെ വരുള്ളൂ. പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്കിക്കോ, അല്ലെങ്കിൽ ഇതിനപ്പുറം വരും. ഇത് കേട്ട് നമ്മുടെ വേദ വിട്ടു കൊടുക്കാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ വേദ ചോദിക്കുകയാണ്, ആണുങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, പെണ്ണുങ്ങൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവരെ 2-3 തെറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ വലിയ വീരവാദം മുഴക്കി എന്നുള്ള രീതിയിലാണ് എല്ലാത്തിലും മുൻപന്തിയിൽ എത്തിയെന്നുള്ള രീതി. പക്ഷേ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഇങ്ങനെയൊക്കെ പറയാൻ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ തുടങ്ങി 3-4 ചീത്തവിളിയും തെറിവിളിയും ഒക്കെ. ഇത് കേട്ട വിക്രം വരെ അന്തം വിട്ട് പോയൊരവസ്ഥ നിൽക്കുകയാണ്. എല്ലാവരും ചെവിയും പൊത്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ അവസാനിപ്പിക്കണോ അല്ലേ? കണ്ടോ, ഞാൻ തന്നെ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചോളാം. നിങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഞാൻ പെടഞ്ഞു വീഴുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഒരു ഇതെടുത്തിട്ട് വൈകിട്ട് ഒറ്റ കുത്ത്. പക്ഷേ അത് നമ്മുടെ വിക്രത്തിൻ്റെ സ്വപ്നമായിരുന്നു. വിക്രം ചാടി എണീക്കുകയാണ്. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ ചാടി എണീക്കില്ല. അപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കണം, എന്താണ് വിക്രം, എന്താണ് പറ്റിയത്? ഒന്നുമില്ല, ഞാൻ സ്വപ്നം കണ്ടതാ. അല്ല, നിങ്ങൾ ഇത്ര നേരമായി നിങ്ങൾ തന്നെ വിളിക്കാതിരുന്നത്? നീ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയല്ലേ? വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ വായിരിക്കണ കുറെ കേൾക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്.
ഓ ഇവരെ കൊണ്ടൊക്കെ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമാണെങ്കിൽ വണ്ടി എടുത്തിട്ട് ബൈക്ക് എടുത്തിട്ട് ഒറ്റ പോക്കാണ്. ഇതേ സമയം തന്നെ ഈ ഗുണ്ടകൾ ആ ഒരു വീട്ടിലെത്തിക്കഴിഞ്ഞു. ഗുണ്ടകളാണെങ്കിൽ എങ്ങനെയെങ്കിലും വേദയെ തട്ടിക്കൊണ്ട് പോകണം എന്നൊരു ഒറ്റ ചിന്ത തന്നെ നിൽക്കുകയാണ്. വേദയാണെങ്കിൽ മുറ്റത്തിങ്ങനെ തപസ്സിരിക്കുകയാണ്, വീടിനുള്ളിലൂടെ കയറാതെ തന്നെ. അങ്ങനെ ഈ അമ്മ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അച്ഛന് ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഏതായാലും വേദ ആ കൊച്ചിനെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നില്ല, പക്ഷേ ആ കൊച്ചിന് ഇച്ചിരി ഭക്ഷണം കൊടുത്തു വിചാരിച്ച് എന്താണ് പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത്. മാഷെ എതിരൊന്നും പറയാൻ നിൽക്കരുത്, ഞാൻ ഭക്ഷണത്തിന് കൊടുക്കാനായിട്ട് പോവുകയാണ് ആ കൊച്ചിന് എന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനൊന്നും വേണ്ടുന്നില്ല. അപ്പോൾ മൂത്ത മരുമകളോട് പറയാണ്, എടേ നീയും ഭക്ഷണം എടുത്ത് കൊടുക്കുക കൊച്ചിന്. ആ ശരി അമ്മേ. അപ്പോൾ ഇളയ മരുമകൾക്കാണെങ്കിൽ അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുല്ലോ, ഇവൾ എന്താ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ മൂത്ത മരുമകൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. നല്ല രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അങ്ങനെയെല്ലാം ഇവർ ഭക്ഷണം കൊടുക്കാൻ പോകുന്ന ആ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ആ വേദുവിനെ കുറെ ഗുണ്ടകൾ കടന്നു പിടിക്കുകയാണതേ. ഞങ്ങൾ വന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ തട്ടിക്കൊണ്ടുപോയി അവസാനിപ്പിക്കാൻ വേണ്ടിയാ. ആരാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടതെന്നറിയാമോ? വിക്രമ പറഞ്ഞത് നിന്നെ തട്ടിക്കൊണ്ടുപോയി അവസാനിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് നിന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇങ്ങനെ മോക്കുമായും പൊത്തിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ വേദു ആണെങ്കിൽ ആ കൈയെല്ലാം തട്ടിത്തെറിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വേദുവിൻ്റെ ഒച്ച കേൾക്കുകയാണ്. അപ്പോഴേക്കും മൂത്ത മരുമകൾ വന്ന് ജനലിക്കൂടെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും വേദുവിനെ കുറെ ഗുണ്ടകൾ കടി ഉപദ്രവിക്കുന്നതാണ് കാണുന്നത്. അയ്യോ അമ്മ അച്ഛ അതേ നിങ്ങളെല്ലാവരും കൂടി വന്ന് എവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ഇവർ പേടിച്ചു പോയി. ഇവർ നേരെ ഓടിച്ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഗുണ്ടകളെല്ലാം വേദുവിനെ ആക്രമിക്കുകയാണ്. ഇത് കണ്ട് അമ്മയ്ക്ക് സഹിച്ചില്ല. അമ്മയാണെങ്കിൽ ഒരു ചൂലും കെട്ട് എടുത്തുകൊണ്ട് ഓടിച്ചെന്നിട്ട് ഈ ഗുണ്ടകൾക്ക് നേരെ പടാന്ന് പറഞ്ഞ് ആഞ്ഞടിക്കണം. പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞടിക്കുകയാണ്. എല്ലാവരും വേദന കൊണ്ട് ഓട്ടോറിക്ഷ കയറി പരക്ക മഞ്ഞ് പോവുകയാണ്. അങ്ങനെ അമ്മ പേടിച്ചു പോയി. അമ്മ ചൂല് അവിടെ എറിഞ്ഞിട്ടിട്ട് വേദുവിനെ കയറി കെട്ടിപ്പിടിക്കണം. എൻ്റെ പൊന്നു മോളെ നിനക്കൊന്നും പറ്റില്ലല്ലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ അമ്മ രണ്ടും കൽപ്പിച്ച് ഇനി ഏതായാലും ഈ കൊച്ചിനെ പുറത്ത് കിടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊറ്റ ചിന്തയോട് കൂടി തന്നെ ഈ അമ്മ നേരെ വീടിനകത്തേക്ക് കയറുകയാണ്. വീടിനകത്തേക്ക് കയറുമ്പോഴാണ് അച്ഛൻ വാതിലും തുറന്നുകൊണ്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ വേദു ആ കാലെടുത്ത് പിന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ അച്ഛൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുകയാണതേ, മാഷ് ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് മേടിച്ചതാണ്. എന്നിട്ടും നമ്മുടെ വീട്ടിൽ ഇതേ ഒരു അന്യായം ഇവിടെ നടന്നിരിക്കുകയാണ്. അതെ ഈ കൊച്ചിനെ ഇനി ഏതായാലും പുറത്ത് കിടത്താനായിട്ട് എനിക്ക് പറ്റില്ല. ഞാൻ ഏതായാലും ഈ കൊച്ചിനകത്തേക്ക് കയറ്റാൻ പോവുകയാണ് മാഷ് ഇതിൽ എതിരഭിപ്രായം ഒന്നും പറയാനായിട്ട് നിൽക്കരുത്. ഇത് കേട്ട മാഷാണെങ്കിൽ ഇന്നേ വരെ എൻ്റെ മകനെന്ന് പറഞ്ഞൊരു ഗുണ്ട മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പതേ പുറത്തുനിന്നും കുറെ ഗുണ്ടകൾ ഈ മാഷിൻ്റെ വീടിൻ്റെ കാൽക്കൽ വരെ എത്തി. ഇതൊക്കെ അനുഭവിക്കാനാണ് എൻ്റെ വിധി എന്ന് ഈ മാഷ് പറയാണ്. പക്ഷേ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അകത്തേക്ക് കയറ്റിക്കോ. അങ്ങനെ ഈ മരുമകളുടെ കൈയും പിടിച്ചുകൊണ്ട് നമ്മുടെ അമ്മ നേരെ അകത്തേക്ക് കയറുകയാണ്. ഭയങ്കര സങ്കടമുണ്ട്. വേദുവിനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രം നേരെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കുറെ ഗുണ്ടകൾ അവിടെ നിന്ന് കടന്നു പോകുന്നു. ഇവര് മറ്റവരുടെ ഗുണ്ടകളല്ലേ, ഇവരെന്തിനാ ഇവിടെ വന്നത് എന്ന് വിചാരിച്ചാണ് നമ്മുടെ വിക്രം എന്തേലാവട്ടെ എന്നൊക്കെ ചിന്തിച്ച് വിക്രം നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ അമ്മയാണെങ്കിൽ കുറച്ച് കഞ്ഞിയൊക്കെ എടുത്തിട്ട് ഈ വേദുവിന് കൊടുക്കുകയാണ്. അപ്പോൾ പക്ഷെ വേദുവിനെ താഴ്ത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ താഴത്ത് അങ്ങനെ ഭക്ഷണം വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മോളെ നീ ഭക്ഷണം കഴിക്കുക, അതെ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നടുക്കത്തെ മരുമകൾക്കാണെങ്കിൽ അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദേ വരുന്നു മൂത്ത മരുകൾ ഒരു ഡ്രസ്സായിട്ട്. കുട്ടി ഇന്നലെ മഴ നനഞ്ഞ് ഈ ഡ്രസ്സുകളെല്ലാം നനഞ്ഞ് ആകെ മുഷിഞ്ഞൊരവസ്ഥയിൽ നിൽക്കുകയല്ലേ, കുളിച്ചിട്ട് ഈ ഡ്രസ്സൊക്കെ ഉടുത്തോ. ഇത് മോൾക്ക് നന്നായിട്ട് തന്നെ ചേരും. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണം കേട്ടോ, ഞങ്ങളെല്ലാവരും മോളുടെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ ഈ അമ്മ നേരെ അച്ഛൻ്റെ ബെഡ്റൂമിലേക്ക് ചെല്ലുകയാണ്. മാഷിന് എന്നോട് ദേഷ്യമുണ്ട് മാഷേ, ഇതല്ലാതെ വേറൊരു നിവൃത്തി ഇല്ലായിരുന്നു. ആ കുട്ടിയെ കണ്ടില്ലേ, കുറെ ഗുണ്ടകൾ ഉപദ്രവിക്കാനായിട്ട് വന്നത്. ഇനി എങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞ് ആ കുട്ടിയെ പുറത്ത് കിടത്തു മാഷേ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം. നീ ഇപ്പോൾ വിശന്ന് വലഞ്ഞു വരുന്ന ഒരു ആൾക്കാണ് ഭക്ഷണം കൊടുത്തെങ്കിൽ അത് ചെയ്യുന്നത് ശരിയാണ്. ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുക, അതും നീ ചെയ്തത് ശരിയാണ്. പക്ഷേ നിന്റെ കണ്ണിലും നിന്റെ ഭാവത്തിലും ഞാനൊരു കാര്യം കണ്ടു. നീ ആ പെൺകുട്ടിയെ സ്വന്തമെന്ന് കരുതിയാണ് അകത്തേക്ക് കയറ്റിയത്. പക്ഷേ
ആ ചെയ്തത് ശരിയല്ല. അതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ സത്യസന്ധമായിട്ട് മറുപടി പറയോ? മാഷെ, എന്താ മാഷെ ഇങ്ങനെയൊക്കെ പറയുന്നത്? പറ. ഇപ്പോൾ നമുക്കൊരു പെൺകുട്ടി ഉണ്ടായി. ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഇതേപോലെ ഒരു ഗുണ്ട താലി കെട്ടിയെന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഗുണ്ടയെ നീ അംഗീകരിക്കോ? നിനക്കത് സമ്മതിക്കാനായിട്ട് കഴിയോ? ഇല്ല മാഷെ, ഒരിക്കലുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സ്നേഹമാകാം, അനുകമ്പയാകാം, അതിനോടൊന്നും എനിക്ക് യാതൊരു എതിർപ്പില്ല. പക്ഷേ നമ്മൾ സ്വന്തം എന്ന് ആ പെൺകുട്ടിയെ കരുതാനായിട്ട് പാടില്ല. ഏതൊരു അബദ്ധവശാൽ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാണ് വിക്രം. അതുകൊണ്ട് അതിലെന്തെങ്കിലും ഒരു തീരുമാനം നമ്മൾ എടുത്തേ മതിയാവുള്ളൂ. നീ കൂടുതൽ ആലോചിച്ച് കൂട്ടി കൂടുതൽ മനസ്സിൽ സ്വപ്നങ്ങൾ കാണാൻ നിൽക്കരുത്. ഇളയ മകൻ താലി കെട്ടിയ പെണ്ണാണെന്നുള്ളൊരു ചിന്ത നിന്റെ മനസ്സിൽ ഉണ്ടാവാൻ നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.